വില്ലൻ കഥാപാത്രങ്ങളാണല്ലോ ബാല കൂടുതലും ചിരിക്കുന്നത്. വൈ? ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഷഫീഖിന്റെ സന്തോഷത്തിൽ ഞാൻ ഹീറോ അല്ല, ഞാനൊരു കോമഡി ക്യാരക്ടറാണ് ചെയ്തത്. ഇത്രയും വർഷം ഞാൻ മലയാള സിനിമയിലിരുന്നിട്ട് എൻ്റെ ആഗ്രഹം നടന്നില്ല. ഫുൾ കോമഡി ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡയറക്ടർ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് ഒരു റോൾ കൊടുക്കുമ്പോഴാണ് നമുക്കത് ഓപ്പർച്യൂണിറ്റിന് വരുന്നത്. ഇപ്പൊ റീസെന്റ് ഒരു ഫാൻ എൻ്റെ അടുത്ത് പറയാണ്, ചേട്ടാ ഈ സമയത്ത് ഇപ്പോ ഷഫീഖിന്റെ സന്തോഷം നന്നായി പോയിട്ടുണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വില്ലനായിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടം. ശരിക്കും മാനസികമായിട്ട് വില്ലനാണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞു, അതായത് വില്ലൻ ആണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. ഞാൻ ഒന്നുകൂടെ തിരുത്തി പറയാം സാർ, ലൈഫില് വില്ലനായിരുന്ന സിനിമയിലെ വില്ലനായിരുന്ന ലൈഫിലെ ഹീറോ ആയിരിക്കും. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാല. ബാല അങ്ങനെ പറയാറുണ്ടല്ലേ പണ്ട്? പക്ഷെ ജീവിതത്തിൽ എവിടാണ് ഒരു അടി പറ്റിയത്? എവിടാണ്? ഈ ചോദ്യം നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കണം. ഇതിന്റെ ഉത്തരം എന്താണ് എന്നെക്കാളും നിങ്ങൾക്കറിയാം, എന്നിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് ഒരു സ്വരച്ചേർച്ച ഇല്ലാണ്ടായതിന്റെ കാര്യം? എന്താണ്? നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ. there should be a reason. രണ്ട് രീതിയായിട്ട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ. ആരെങ്കിലും നമുക്ക് ഒരാളുണ്ടാവും തുറന്നു പറയാനായിട്ട്, മനസ്സ് തുറന്നു പറയാനായിട്ട്. അത് ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് ആരിടത്തും തുറന്നു പറയാൻ പാടില്ലാതെ പറ്റാത്ത സങ്കടങ്ങളുണ്ടാവും. അതാണ് ഡേഞ്ചർ, ഭയങ്കര ഡേഞ്ചർ. അതിലാണ് ഞാൻ പെട്ടുപോയത്. എന്താ സംഭവിച്ചതിന് എനിക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല, പാടില്ല. കാരണം അല്ല, ബേസിക് ആയിട്ട് പാടില്ല. അത് മാത്രമല്ല, ഞാൻ പറയണത് മീഡിയയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചാനലോ ഇതോ അതിനല്ല. ഒരു സുഹൃത്തോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വീട്ടുകാരടുത്ത് പോലും ഞാൻ പറയാൻ, എൻ്റെ അമ്മയ്ക്ക് മാത്രം കുറച്ചറിയാം. അല്ല, ബാല അത്രയും സ്നേഹിച്ചിരുന്നല്ല. കാരണം ബാലയ്ക്ക് സംഗീതം എന്ന് പറഞ്ഞാൽ ജീവനാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം മ്യൂസിക് ഈസ് മൈ സോൾ. നമ്മൾ വേറൊരു കാര്യം ഓർക്കണം, ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്സ് എനിക്കില്ല. അല്ല, എന്നാലും ജീവിതത്തിൽ കടന്നുപോയ വഴികളുണ്ടല്ലോ. പക്ഷെ എനിക്കുള്ള റൈറ്റ്സിന് ഞാൻ ഒരു കാര്യം പറയാം, മകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മകൾ എനിക്ക് കാണാൻ പറ്റാതെ, വോളണ്ടറിലി എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിലായപ്പോൾ, അവന്തിക എന്നല്ലേ പേര്? അവന്തിക പാപ്പു ബേബി ഞാൻ വിളിക്കുന്നത്. അന്ന് ഒരു ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ തോന്നി, ഈ കലിയുഗത്തിൽ കെട്ടവനക്ക് ന്യായമുണ്ട്, നിയമമുണ്ട്. കയ്യു കൊള്ളാൻ കാര്യക്കാരൻ. നല്ലവനക്ക് നിയമവുമില്ല, ന്യായവും കിട്ടില്ല. നിയമമേ ലോവേ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. അതെ, നല്ലവൻ പെട്ടുപോകും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആ ആദ്യത്തെ പ്രണയം എപ്പോഴും മനസ്സിൽ കാണില്ലേ? ചില കാര്യങ്ങൾ പോയതാ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, കാശ് കൊടുത്ത് നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും മേടിക്കാം, റിലേഷൻഷിപ്സ് മേടിക്കാൻ പറ്റില്ല.